എന്ന് മാത്രമല്ല മശായിഖന്മാരെ റോളിൽ നിന്നിട്ട് ഇറങ്ങുകയാണല്ലോ. ഇപ്പോൾ ഇടക്കണ്ട ഞങ്ങളൊരു മക്ബറ ചർച്ച ഉണ്ടായി ഇവിടെ. എന്നോട് വല്യപ്പ ചോദിച്ച് കാന്തപുരം എ പി അബൂബക്കർ മരിച്ചോ എന്ന്. അപ്പം എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണോ ചോദിച്ചു ഞാൻ. അല്ല മൂപ്പര കബർ ഇവിടെ ആക്കണം എന്തോ അങ്ങനെയൊക്കെ. ഈ വല്യപ്പാരൊക്കെ ഇത് നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരൊക്കെ ഇത് കാണില്ല എന്തോ ഒരു. അപ്പം എന്നോട് ചോദിച്ചാൽ എന്താ കുട്ടിയുടെ കബറിൻ്റെ ചർച്ച എന്ന്. ഞാൻ പറഞ്ഞ അതൊന്നല്ലേ വരാൻ പോണതിനെ സംബന്ധിച്ച് ഇപ്പോഴേ ചർച്ച ചെയ്യാണ്. നോക്കൂ, നിങ്ങളിവിടെ പല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചിലതൊക്കെ പറയാനുണ്ട് നമുക്ക്. ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് ഈ മഹാന്മാരെ മശായിഖന്മാരൊക്കെ മാറ്റി ഇവർ തന്നെ മശായിഖന്മാരായി എന്ന് മാത്രമല്ല ലോക തട്ടിപ്പ്. മക്ബറ ഉണ്ടാക്കാൻ ഇവർക്ക് ധൃതിയാണ്. എന്തൊക്കെ സംഭവം അവിടെ മാറിയരങ്ങൾ. കേവലം 2 കിതാബ് ഓതി പഠിച്ച് 4 കൊല്ലം ദർസെടുത്തി അങ്ങനെയുള്ള ആൾക്കാർ ഓൾക്കൊക്കെ ഇവിടെ ദീർഘ ഉണ്ടാക്കണ്ടായി. ഓൾക്കൊക്കെ നീ മക്കാമ്പ് കെട്ടി പൊന്തിച്ചിട്ട് തുടങ്ങിയവിടെ. അതിന് ചരിത്രങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ കേരളത്തിൽ ഇൽമുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഉന്നതമായി കടന്നു വന്നവരല്ലേ ബഹുമാനപ്പെട്ട കോഴിക്കോട്ടെ കാളിമാർ. നമ്മളെല്ലാവരും ചെല്ലണം മുഹിയുദ്ദീമാല കാളി മുഹമ്മദ് അതെന്ന് പേരുള്ളവർ എത്ര വലിയ ഇൽമിൻ്റെ ആളുകളാണ്. അവരുടെ ഇക്കാക്ക അലി കാളി അലിയുന്നാശിരി ഒക്കെ മഹാന്മാരുടെ ബന്ധത്തിലുള്ള വലിയ ആലിമീങ്ങളല്ലേ. അവരുടെ തന്നെ വെല്ലിപ്പയായ ഷെയ്ഖ് അഹമ്മദ് മല്ലാക്ക തെൽക്കിൻ ചൊല്ലി കൊടുത്തപ്പോഴാണ് ഖബർന്ന് മിണ്ടാതൊക്കെ എനിക്കറിയാം അനദാക്കിറുല്ലഹ. ഇവിടെ മടവൂര് തെൽക്കിൻ ചൊല്ലി കൊടുക്കാൻ നടക്കാൻ കുറേ ആൾക്കാർ. മൂക്കുമാഫി അന്തല്ല, ഇതിനെ കുറച്ച് ധാരണ അല്ലല്ലോ, മന്തിക്കല്ല തലയിലുള്ളൂ. അങ്ങനെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ഓർക്കൊക്കെ ഇവിടെ ദർഗ ഉണ്ടായിനോ. വലിയ മഖ്ദൂമിന്റെ ഉസ്താദാണ് ഖാദി അബൂബക്കർ റമദാനു ശാലിയാത്തി. ശാലിയത്തെ പള്ളിന്റെ പരിസരത്ത് എത്ര വലിയ ആലിമീങ്ങൾ. അങ്ങനെ ദർഗ ഉണ്ടാക്കാണ്. ഈ കേരളത്തിൽ എത്ര ദർഗ ഉണ്ടാക്കും. കിതാബ് ഓതി പഠിച്ചിട്ടുള്ള മേഖല വേറെ, വിലായത്തിന്റെ അഹ്ലികാരെന്ന് വേറെയാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ഈ കാളി മുഹമ്മദും അവരെക്കാക്കയും അവരെ വാപ്പയും ഈ വലിയ വലിയ ആലിമീങ്ങളുടെ ഓൽക്കവിടെ ദർഗല്ല. അതേ സമയത്ത് ആ കാലത്തിൽ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളിൽ ആ മഹാന്മാരൊക്കെ കണ്ടവരാണ് ബഹുമാനപ്പെട്ട അപ്പവാണിബ മാമുക്കോയ ഷെയ്ഖ് റളിയല്ലാഹു അൻ. അവർക്കന്ന് ദർഗണ്ട്. നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇനി പൊന്നാനി മഖ്ദൂമിയങ്ങൾ, വലിയ മഖ്ദൂമും ചെറിയ മഖ്ദൂമും അബ്ദുൽ അസീസ് മഖ്ദൂമും അതുപോലെ തന്നെ മമ്മിക്കുട്ടി ഖാദി ഉന്നതരായിട്ടുള്ള പണ്ഡിതന്മാർ എന്ന് വേണ്ട പൊന്നാനി പള്ളിയുടെ ഒരു ഭാഗത്തുള്ള മുഴുവൻ ഖബറുകളും വലിയ വലിയ ആലിമീങ്ങളതാണ്. ഓൽക്കവിടെ ദർഗ ഉണ്ടാക്കിയോ. ഇപ്പൊ നിങ്ങൾ ദർഗയെ ചർച്ചകള് ഇതിനൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞ വാക്ക് വേറെയാണ്. തിരക്ക് കൂട്ടുക, കുബ്ബുണ്ടാക്കുക, ദർഗ ഉണ്ടാക്കുക, ഞങ്ങൾ തന്നെ പറയാന്ന് മാത്രമല്ല. എന്നിട്ട് ആരാപ്പങ്ങൾ ദർഗയ്ക്കൊക്കെ വരുന്നേ. അങ്ങനെ ഇവിടെ പല ആൾക്കാരും കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഔക്കോയ മുസ്ലിയാർ കേരളത്തിലുള്ള മുഴുവൻ ഉസ്താദുമാരുടെയും ഷെയ്ഖുൽ മശായിഖ് ആ മേഖലയിൽ പറയുന്ന ആൾക്കാരിൽ പെട്ട ആളാണ്. പരപ്പനങ്ങാടി പോയി നോക്കി, അവിടെ വലിയ ജാറും ദർഗ ഉണ്ടാക്കിയണോ. അവരാരും അത് പഠിപ്പിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെ തുടങ്ങി തട്ടാങ്കര കുട്ടിയാ മുസ്ലിയാര്, കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാര്, ഇമാം ഷെർവാനി നമ്മൾ പറയല്ലോ ഷെർവാനി, ആ അബ്ദുൽ ഹമീദ് ഷെർവാനി അടക്കമുള്ള ആ പണ്ഡിതന്മാരൊക്കെ ഉസ്താദാണ് കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാര്. തിരൂരങ്ങാടി പള്ളിന്റെ പരിസരത്താണ്. നിങ്ങൾ ആരും അവിടെ ദർഗ കണ്ടണോ? ഇങ്ങനൊരു സംഭവമല്ല. ഇനി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദ്യകാലത്തെ പണ്ഡിതന്മാരെ എടുത്ത് നോക്ക്. പാങ്ങിലാമുട്ടിലേക്ക് ഇവിടെ വലിയ ദർഗണ്ടോ? വാളക്കുള അബ്ദുൽ ബാരി മുസ്ലിയാർക്കുണ്ടോ? പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർക്കുണ്ടോ? അബ്ദുൽ ഖാദിർ ഫൗഫരി അവർക്കുണ്ടോ? നിങ്ങളൊക്കെ ഉസ്താദായിട്ട് വരില്ലേ? കൈപ്പറ്റ ബീരാൻകുട്ടി മുസ്ലിയാര്, കൈപ്പറ്റ അഹമ്മദ് കുട്ടി മുസ്ലിയാര്, മമ്മൂട്ടി മുസ്ലിയാര്, ഇവർക്കൊക്കെ ദർഗണ്ടോ? ഇങ്ങനെ തുടങ്ങി വലിയ വലിയ പണ്ഡിതന്മാർ, ഇവർക്കൊന്നും അങ്ങനെ ദർഗണ്ടായിട്ടില്ല. ആ കൂട്ടത്തിൽ ചില ആലിമീങ്ങൾക്കുണ്ട്. ഏതുപോലെ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി. അതെന്താ? അത് കേവലം ആലിമ് എന്നതിൽ നിന്ന് മശായിഖന്മാരെ ബന്ധത്തിൽ വിലായത്തെത്തിപ്പെട്ട ആളാണ്. ആ രൂപത്തിൽ വന്നവരാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. അതാ ശംസുൽ ഉലമക്കോട് ദർഗണ്ടായത്. ഇത് ശംസുൽ ഉലമക്ക് ഒരു ദർഗണ്ടായപ്പോഴേക്കും ഇവരെല്ലാം കൂടി ഇപ്പൊ ദർഗന്റെ ചർച്ചയിലാണ്. എന്ന് മാത്രമല്ല പലർക്കും ഉണ്ടാക്കിയാൽ ഇപ്പൊ നെല്ലിക്കുത്തിന്റെ ദർഗൊക്കെ കാണിച്ചു കൊടുക്കും. നെല്ലിക്കുത്ത് ഉസ്മായിൽ മുസ്ലിയാര് വലിയ ദർഗയാണ്. കണ്ടോ? സ്വഹാബത്തൊക്കെ പറഞ്ഞില്ലേ ഉസ്മാനുബിൻ മദൂമിന്റെ ഖബർ ചാടുന്ന ആളാണ് നമ്മളെ കൂട്ടത്തിൽ വലിയ ചാട്ടക്കാരൻ. ആ രൂപത്തിൽ ഇതെന്തുണ്ടങ്ങൾ ഉണ്ടാക്കണത്? ഈ നെല്ലിക്കുത്ത് ഉസ്മായിൽ മുസ്ലിയാരെ അതേ കൂടെ പഠിച്ച ബഹുമാനപ്പെട്ട
അവരെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അഭിവന്യരായ എൻ്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാര്. അവിടെ അങ്ങനെ ദീർഘണ്ടാക്കിയില്ലല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ആളിനെയോ സമസ്തയിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞാണി മുസ്ലിയാര്. ഓൽക്കൊക്കെ എന്താ നെല്ലിക്കുത്തുമായിട്ട് ഇൽമിന് മാറ്റണ്ടോ? ഒന്നും പറയല്ല. അതല്ലെങ്കിൽ മേലെ പറയാണ്ടാവും കാപ്പുസ്താദിനൊക്കെ. ഞാൻ ഇന്നാലിന് ദിവസം മരണപ്പെടുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ ഞങ്ങളോടൊക്കെ പലപ്പോഴും പറഞ്ഞതാണ്. കറക്റ്റ് അങ്ങനെയാണ് മൗത്ത് സംഭവിച്ചിട്ടുള്ളത്. ഉണ്ടായിനോ? എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് ദീർഘ കണ്ടോളി നിങ്ങൾ. അതിനെന്താ വിദ്യാഭ്യാസ ബോർഡിന്റെ മെയിൻ ആളാണ്. കണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ചിത്താരി ഹംസ മുസ്ലിയാര്, അതുപോലെ തന്നെ സിറി അലിക്കുഞ്ഞ് മുസ്ലിയാര്, ഇവർക്കൊക്കെ ദീർഘണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. കണ്ടോ, സിറി അലിക്കുഞ്ഞ് മുസ്ലിയാരതാണ്. എന്തിനേറെ പറഞ്ഞ് ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർക്കരെ ദീർഘണ്ടാക്കി. കാണിച്ചു കൊടുക്കുക. കണ്ടോ, അതാ നോക്കുങ്ങൾ. ഇവർ കടത്തിക്കൂടി. ഇതിവിടെ ഒരു പാരമ്പര്യം ഇല്ലാത്ത സംഭവമാണിത്. എന്നിട്ട് എല്ലാ ആളുകൾക്കും ഇനിയിപ്പെന്താ അടുത്ത കാലത്ത് വല്ലാത്തൊരു മുസീബത്തല്ലേ. വാരിക്കോട് മജ്മഅന്റെ ബാനി ഹദ്റത്ത് വടശ്ശേരി അസം മുസ്ലിയാർ ദർഗാ ശരീഫ്. ഇവിടെ ചുള്ളിക്കോട് ഉണ്ടാവും. ഹുസൈൻ സക്കാഫി പണ്ഡിതനാണ്, ഹജ്ജ് കമ്മിറ്റിന്റെ ആളാണ്. അപ്പോൾ അവിടെ അവരെക്കാളൊക്കെ വലിയ ആലിമീങ്ങളുള്ള തറവാട്ടുകാരാണ് അവരൊക്കെ. ചുള്ളിക്കോടിൻ്റെ ഒക്കെ വാപ്പിയും വലിയപ്പൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാ, വലിയ പണ്ഡിത തറവാട്ടുകാരാണ്. അവർക്കൊന്നും ഇവിടെ ദീർഘല്ലല്ലോ. നിങ്ങൾ ഇവിടുന്ന് ഈ ദീർഘന്റെ ക്വാലിറ്റി വരുന്നത് നിങ്ങൾ തന്നെ. അബു ഹനീഫൽ വൈസി ബുഖാരിയിൽ ഇനി അവിടെ വേറെ ദീർഘ വരാൻ പോവാണ്. മുട്ടിപ്പടയിൽ വലിയ അട്ടിള്ള ദീർഘൊക്കെ കാത്തിക്കാണ് വല്. പച്ച തോന്നിവാസത്തിനൊക്കെ ഒരു പാരമ്പര്യമില്ല ഇവിടെ. ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പൊ പരിശുദ്ധമായ ദീനിന്റെ പേരിൽ തനി വ്യാജം. എന്നിട്ട് ഇപ്പൊ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. എ പി ഉസ്താദിന്റെ ഒക്കെ ഉസ്താദല്ലേ ഓക്കെ സൈനുദ്ദീൻ മുസ്ലിയാർ. എന്താണ് വലിയ കുബ്ബവന്താത്ത്? ഈ ഓടക്കൽ തറവാട് എന്ന് പറഞ്ഞാൽ തന്നെ ആ തറവാട്ടിൽ എത്ര വലിയ പണ്ഡിതന്മാരുണ്ട്. ഞങ്ങളൊക്കെ ഓതി പഠിച്ച ദർസാണ് പിന്നെ വേങ്ങര പാലാണി ജുമാ മസ്ജിദ്. ആ പാലാണി ജുമാ മസ്ജിദിൽ ഓടക്കൽ തറവാട്ടിലെ ഉന്നതന്മാരായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരെ ഖബറുണ്ട്. ഇതൊന്നും അവർ കെട്ടിമുന്തിച്ചിട്ടില്ല. അപ്പൊ കേവലം കുറച്ച് കിതാബ് ഓതി കുറച്ച് ദർസ് നടത്തി അങ്ങനെയുള്ള ആളുകൾ അവർ സ്വാലിഹീങ്ങളാണ്. പക്ഷെ ഇതിനൊരു പാരമ്പര്യമല്ലേ. ഇപ്പൊ നിങ്ങളിതിങ്ങനെ തുടങ്ങുകയാണല്ലത്. എന്നിട്ട് അവിടെ ദർഗയും മറ്റതുമാക്കി ഞാൻ വെറുതെ പറയല്ലത്. കുട്ടികളതിന് ഇരിക്കുകയാണ്. ഒന്നും മാടപ്പം നമ്മളെ മസൂദ് സക്കാഫി ഒരു വേദ പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. അയാൾ മരിച്ചു. അയാളെ കബറിങ്ങൾ വരെ പലതും തട്ടിക്കൂട്ടാൻ നോക്കിയില്ലേ. അപ്പൊ താനി വ്യാജമായിട്ടുള്ള നീക്കുപോക്കങ്ങളാണ് നടത്തുന്നത്. ദീനിന്റെ എല്ലാ മേഖലകളിലും വ്യാജമുണ്ടാക്കുക, മോശത്തരങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ എന്ത് ദീനാണ്? നമ്മൾക്ക് തിരിച്ചറിവുണ്ടാകണം. അതേ സമയത്ത് ഈ പണ്ഡിതന്മാരൊക്കെ ഉള്ള സമയം നിങ്ങൾ മനസ്സിലാക്കണം, മഹാന്മാർക്കോട് ചാറുണ്ട്. അതല്ലേ രസം. കുറ്റൂര് കമ്മുണ്ണി മുസ്ലിയാർ എത്ര വലിയ മഹാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മഹദൂമിയങ്ങളിൽപ്പെട്ട വലിയ വലിയ ഉന്നതന്മാരൊക്കെ ഉണ്ടാകുമ്പോഴാണ് മാമുക്കോയ ശൈഖിൻ മക്ബറ, ബഹുമാനപ്പെട്ട കുത്തുബുസ്സമാൻ സയ്യിദ് ആലവി മമ്പുറമി, തിരൂരങ്ങാടിയിലൊക്കെ എത്ര വലിയ പണ്ഡിതന്മാർ പലരും കഴിഞ്ഞു പോയി. പക്ഷെ മമ്പുറം ഞങ്ങളെ മക്ബറ അതൊന്നും വേറെ തന്നെയാണ്. ഈ പണ്ഡിതന്മാരൊക്കെ ഉള്ള സമയത്താണ് ബഹുമാനപ്പെട്ട യാഹു വലിയുല്ലാഹി ഒരു ദീർഘല്ല 2 ദീർഘ. മനസ്സിലായ ഞങ്ങൾക്ക്? ഔലിയാക്കളെ മാർഗം വേറെയാണ്. ആ മഹാന്മാരെ ധിക്കരിക്കുക, അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയത്തെയും ആക്ഷേപിക്കുക, അവരില്ല എന്ന് പറയുക, അവരുമായി ബന്ധപ്പെട്ടതിനൊക്കെ നിസ്സാരമാക്കി നിങ്ങൾ കുറച്ച് ഔലിയാക്കളും എന്നിട്ട് ദീർഘ കെട്ടാൻ കുറ്റ്യാടിയിലൊക്കെ പേരോട് ബാനി ഹസ്രത്ത്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇമാണെങ്കിൽ ഖാദിർ ചിസ്തിയിൽ ബർക്കാത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വരും. സാഹിബുൽ ബർക്കാത്താണല്ലോ. പിന്നെ ഞാൻ ഇന്നലെ ഒരു പ്രസംഗം കേൾക്കണ്. അതിലുകൊണ്ട് ഒരാൾ നാണയം മുണിങ്ങി ഹുസൈൻ മാസ്റ്റർ കത്ത് തന്നു, 500 രൂപ നേർച്ചയ്ക്ക് അപ്പം തന്നെ പുറത്ത് വന്ന മാർഗം സെബീലേതാന്ന് പറഞ്ഞില്ല. ഇപ്പം എന്താ കറാമത്ത് പറയാത്ത? ഇപ്പൊ സിറാജുലുദ്ദീന്റെ കറാമത്ത് എന്താ പറയാത്ത? കറാമത്ത് അടങ്ങിയില്ലേ? ഔലിയാക്കളെ കറാമത്ത് നിൽക്കൂല, ഞങ്ങളെ ഈ മണ്ണാൻ കട്ടനെ കറാമത്ത് നിൽക്കൂ. എന്താ നിങ്ങൾ പറയാത്ത?